അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 12 ഞായറാഴ്ച. ഇസ്ലാമാബാദിൽ ഇറാൻ അമേരിക്ക സമാധാന ചർച്ചയിൽ പുരോഗതിയുണ്ടെങ്കിലും തീരുമാനങ്ങളായില്ല. ചർച്ച പുരോഗമിക്കുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിലെ സമുദ്ര മൈനുകൾ അമേരിക്കൻ നാവികസേന നീക്കം ചെയ്തു. 2 അത്യാധുനിക പടക്കപ്പലുകളുടെ സംരക്ഷണത്തിലാണ് മൈനുകൾ നീക്കം ചെയ്തത്. കടലിടുക്കിന്റെ നിയന്ത്രണം കൈപ്പിടിയിലൊതുക്കാൻ ഇറാൻ നിക്ഷേപിച്ച മൈനുകൾ നീക്കം ചെയ്യാനാകുന്നില്ലെന്ന് ഇറാൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. സമാധാന ചർച്ചയിൽ തീരുമാനങ്ങളോ കരാറോ ഉണ്ടായാലും ഇല്ലെങ്കിലും തങ്ങൾ വിജയിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ നാവിക വ്യോമസേനകളെയും റഡാർ സംവിധാനങ്ങളെയും തങ്ങൾ തകർത്തു. ഹോർമുസ് കടലിടുക്ക് എല്ലാ രാജ്യങ്ങൾക്കുമായി സ്വതന്ത്രമാക്കി, ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്ക മരവിപ്പിച്ച $12,000 കോടി സ്വത്തുവകകൾ ഉടനെ വിട്ടുതരണമെന്നും അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ആക്രമണം ഉടനെ നിർത്തണമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണാവകാശം തങ്ങൾക്ക് വേണമെന്നുമാണ് ഇറാന്റെ ഇതര ആവശ്യങ്ങൾ. സമാധാന ചർച്ചയ്ക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫുമാണ് നേതൃത്വം നൽകിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ച. അമേരിക്കൻ പ്രതിനിധി സംഘത്തിൽ വാൻസിനൊപ്പം സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവരും ഇറാൻ ഭാഗത്ത് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയും പങ്കെടുത്തു. 1979 ഇറാനിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ആദ്യമായാണ് അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന ചർച്ചകൾ നടക്കുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പോരാട്ടം അവസാനിച്ചിട്ടില്ല, അവർ നമ്മെ ശ്വാസം മുട്ടിക്കാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ നമ്മൾ അവരെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. രാജ്യത്ത് LPG ക്ഷാമം മൂലം ഹോസ്റ്റലുകളും ഹോട്ടലുകളും അടച്ചതോടെ ഭക്ഷണം കിട്ടാതെ വൻ നഗരങ്ങളിൽ നിന്ന് തൊഴിലാളികൾ സ്വന്തം നാടുകളിലേക്ക് കൂട്ടപലായനം ചെയ്യുന്നു. ഒഡീഷ, ബംഗാൾ, UP, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് മുംബൈ, അഹമ്മദാബാദ്, സൂററ്റ് അടക്കമുള്ള നഗരങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്നത്. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത കീം പ്രവേശന പരീക്ഷ 17 മുതൽ 22 വരെ 152 കേന്ദ്രങ്ങളിലായി 1,46,146 പേരാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് നാദാപുരത്തെ പുളിയാവ് പുഴയിൽ 3 പേർ മുങ്ങി മരിച്ചു. അരീക്കുണ്ട് സ്വദേശികളായ അൻസാർ, ഭാര്യ സുഹാദ, സഹോദരന്റെ മകൾ ഇസ മറിയം എന്നിവരാണ് മരിച്ചത്. തുണി അലക്കുന്നതിനിടെ കയത്തിൽപ്പെട്ട കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കവെയാണ് അൻസാറും ഭാര്യയും മുങ്ങിയത്. പാലക്കാട് വോട്ടിന് പണം കൊടുത്ത സംഭവത്തിൽ BJP സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് BJP ആലപ്പുഴ നോർത്ത് ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ് ബിന്ദു വിനയകുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പണമെത്തിച്ചത് ബിന്ദുവാണെന്നും കരണം അടിച്ചു പൊളിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ പറയുന്നു. ഭീഷണി ഫോൺ കോളിന്റെ ഓഡിയോ റെക്കോർഡ് ബിന്ദു പുറത്തുവിട്ടിട്ടുണ്ട്. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ ഭീഷണി ഓഡിയോ സന്ദേശം പുറത്തുവിട്ട് പരാതി നൽകിയ ബിന്ദു വിനയകുമാറിനെ BJP പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി അംഗമായ ബിന്ദുവിനെതിരെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് നടപടിയെടുത്തത്. സംസ്ഥാനത്ത് LDFന് നേരിയ ഭൂരിപക്ഷത്തോടെ തുടർ ഭരണ സാധ്യതയുണ്ടെന്ന് CPI സംസ്ഥാന നിർവാഹക സമിതി. 15 മണ്ഡലങ്ങളിൽ CPIക്ക് ജയിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. തൃശൂർ മണ്ഡലങ്ങളിൽ തിരിച്ചടിക്ക് സാധ്യത. മത്സരിച്ച 25 സീറ്റുകളിൽ 15ൽ ജയിക്കാനാകും. CPIയുടെ 4 മന്ത്രിമാരും വിജയിച്ചു വരുമെന്നും പാർട്ടി വിലയിരുത്തി. കേരളത്തിലെ ക്രൈസ്തവർ BJPയുടെ കരുണയിലാണ് ജീവിക്കുന്നതെന്ന വാദം PC ജോർജ് കയ്യിൽ വെച്ചാൽ മതിയെന്ന് ഹൈബി ഈഡൻ MP. അച്ഛനും മകനും ചേർന്ന് ഒരു വിഭാഗം ആളുകളെ ആക്രമിക്കുന്നു. BJP ഇന്ത്യയിലുടനീളം നടത്തുന്നത് ന്യൂനപക്ഷ വേട്ടയാണ്. ചർച്ച് ബില്ലിന് സമാനമാണ് FCRA ഭേദഗതി ബില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
മലപ്പുറത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം തുറക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയെന്ന ആരോപണവുമായി UDF. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും UDF ജില്ലാ ചെയർമാൻ KP അബ്ദുൾ മജീദ് പറഞ്ഞു. വൈക്കത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ സുരക്ഷാ സേനാംഗങ്ങൾ തോക്കു ചൂണ്ടിയെന്ന പ്രചാരണം ശരിയല്ലെന്ന് കോട്ടയം ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ. സ്ട്രോങ് റൂമിന്റെ താക്കോൽ സൂക്ഷിക്കുന്നത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെന്നും താൻ സ്ഥലത്തെത്തി പരിഹരിച്ചെന്നും കളക്ടർ. പാലക്കാട് ജില്ലയിൽ ഈ സീസണിലെ ഏറ്റവും ഉയർന്ന താപനിലയായ 40 ഡിഗ്രി രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് പാലക്കാട് ഉൾപ്പെടെ സംസ്ഥാനത്തെ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കുംഭമേളയിലെ വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ CPM നേതാക്കളെ ന്യായീകരിച്ച് MA ബേബി. മിശ്രവിവാഹങ്ങളെ പിന്തുണയ്ക്കുന്നത് CPMന്റെ രീതിയാണ്. അപ്പോൾ എല്ലാ സാങ്കേതികത്വവും നോക്കാനാകില്ലെന്ന് MA ബേബി പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഉജ്ജ്വല മുന്നേറ്റമുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മലപ്പുറത്തും കാസർഗോഡും സമ്പൂർണ്ണ വിജയം നേടുന്നതിനൊപ്പം 20 സീറ്റുകൾ ഉറപ്പാണെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അനുകൂല തരംഗമെങ്കിൽ 22 സീറ്റിന് മുകളിൽ ലീഗ് നേടുമെന്നുമാണ് നേതൃത്വം വിലയിരുത്തുന്നത്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ ഡിസംബറിൽ ചാടിപ്പോയ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് 3 മാസത്തിനു ശേഷം മുംബൈയിൽ പിടിയിൽ. ശുചിമുറിയുടെ ചുമർ തുരന്നാണ് വിനീഷ് രക്ഷപ്പെട്ടത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകർക്ക് സസ്പെൻഷൻ. ഡെന്റൽ അനാറ്റമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള കഫ് സിറപ്പ് നൽകുന്നത് നിയന്ത്രിച്ചേക്കും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയും ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ BJPക്ക് നേട്ടമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലും ആസാമിലും പുതുച്ചേരിയിലും പോളിംഗ് ശതമാനം ഉയർന്നു. കേരളത്തിൽ വൻതോതിൽ സ്ത്രീ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം ഉയർന്നിടത്തെല്ലാം BJP വൻ വിജയം നേടിയിട്ടുണ്ടെന്നും മോദി പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കവെ പറഞ്ഞു. പാർലമെന്റ് പരിസരത്ത് തന്റെ കാറിൽ നിന്നിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായി കുറച്ചുനേരം സംസാരിക്കുന്ന ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. കൌതുകകരമായ കമന്റുകളും ചിത്രത്തിനൊപ്പമുണ്ട്. വനിതാ IAS ഓഫീസർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതി. ഒഡീഷ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായ ആരാധന ദാസിനെതിരെയാണ് 95 ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉയർന്നത്. കട്ടക് ഡെവലപ്മെന്റ് അതോറിറ്റി പ്രദേശത്ത് ഭൂമി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഭിന്നശേഷിക്കാരനായ കമൽ കുമാർ ഭാവ്സിംഗയിൽ നിന്ന് പണം തട്ടിയെന്നാണ് ആരോപണം. കേരളം, പുതുച്ചേരി, ആസാം എന്നിവിടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ലോകശ്രദ്ധ ലഭിച്ചതായി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 22 രാജ്യങ്ങളിൽ നിന്നുള്ള 38 പ്രതിനിധികൾ ഇലക്ഷൻ കമ്മീഷന്റെ ഇന്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാമിന്റെ 2026 പതിപ്പിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ഉത്സവം ആണെന്നാണ് പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടത്. മധ്യപ്രദേശിലെ ഷിയോപൂർ ജില്ലയിലുള്ള കുനോ നാഷണൽ പാർക്കിൽ ഇന്ത്യയിൽ ജനിച്ച ഒരു പെൺചീറ്റ 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. 25 മാസം പ്രായമുള്ള ഗാമിനി എന്ന ഈ ചീറ്റ 1 വർഷത്തിലേറെയായി കാട്ടിലാണ് ജീവിക്കുന്നത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമനേയിക്ക് മുഖത്തും കാലിനും ഗുരുതരമായി പരിക്കേറ്റതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ്. പിതാവായ അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട ആക്രമണത്തിലാണ് മുജ്തബ ഖമനേയിക്കും പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടെന്ന് സംശയിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. UAEക്കും മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കും നേരെ ഇറാൻ നടത്തിയ പ്രകോപനപരമായ മിസൈൽ ആക്രമണങ്ങൾക്ക് പിറകെ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷൈഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ഫോണിൽ ചർച്ച നടത്തി.
ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ചർച്ച നടത്തി. ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയിലൂടെ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കണമെന്ന് മാക്രോൺ ആവശ്യപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യവും സുരക്ഷയും പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചരിത്ര ദൌത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ആർടെമിസ് 2 സംഘത്തിന് ഹ്യൂസ്റ്റണിലെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ വരവേൽപ്പ്. 4 യാത്രികരും പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്ന് സ്പേസ് സെന്റർ വിശദമാക്കി. ആശങ്കകൾ ഒന്നുമില്ലാത്ത ദൌത്യമായിരുന്നുവെന്ന് യാത്രികർ പ്രതികരിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകൾ മൌറീഷ്യസിന് തിരികെ നൽകാനുള്ള നിയമനിർമ്മാണം താൽക്കാലികമായി ബ്രിട്ടൻ നിർത്തിവച്ചു. കരാർ നടപ്പാക്കുന്നതിനുള്ള പിന്തുണ അമേരിക്ക പിൻവലിച്ചതാണ് കാരണം. നൈജീരിയയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധത്തെ തുടർന്ന് നടന്ന കൂട്ടവിചാരണകളിൽ 400ഓളം പേർക്ക് ശിക്ഷ വിധിച്ചു. ബോക്കോ ഹറാം, ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ കുറ്റവാളികൾക്കാണ് 5 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ വിധിച്ചത്. ഇറാഖ് പ്രസിഡന്റായി കുർദ് നേതാവായ നിസാർ അമിദിയെ പാർലമെന്റ് തിരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി സ്ഥാനം ഷിയ വിഭാഗത്തിനും സ്പീക്കർ സുന്നി വിഭാഗത്തിനും പ്രസിഡന്റ് പദവി കുർദുകൾക്കുമാണ്. ഭരണാധികാരമുള്ള പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് നിയോഗിക്കും. ഇറാൻ പിന്തുണയുള്ള മുൻ പ്രധാനമന്ത്രി നൂറി അമൽ മാലിക്കിയെ നിയോഗിക്കരുതെന്നാണ് US നിലപാട്. വെടിനിർത്തൽ നിലവിലിരിക്കെ റഷ്യയും യുക്രൈനും തടവുകാരെ കൈമാറി. ഇരുഭാഗത്തു നിന്നും 175 പേരെ വീതമാണ് വിട്ടയച്ചത്. ഈ വർഷം നടക്കുന്ന 3ാമത്തെ തടവുകാരുടെ കൈമാറ്റമാണ് ഇത്. UAEയുടെ മധ്യസ്ഥതയിലാണ് യുദ്ധ തടവുകാരെ കൈമാറിയത്. കുവൈറ്റിൽ ഹിസ്ബുള്ള സംഘടനയ്ക്ക് സാമ്പത്തിക സഹായം നൽകുകയും സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തെന്ന കേസിൽ 2 പൌരന്മാർക്കും പൌരത്വം റദ്ദാക്കപ്പെട്ട മറ്റൊരാൾക്കും ക്രിമിനൽ കോടതി 10 വർഷം കഠിന തടവ് വിധിച്ചു. പ്രതികൾ ഓരോരുത്തരും 10,000 ദിനാർ പിഴയൊടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു. യുദ്ധവിമാനങ്ങളുമായി പാകിസ്ഥാൻ സൈന്യം സൌദി അറേബ്യയിലെത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ കരാറിന്റെ ഭാഗമായാണ് ഇതെന്ന് സൌദി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 23 റൺസിന്റെ വിജയം. ചെന്നൈ ചെപ്പോക്കിൽ 56 പന്തിൽ പുറത്താവാതെ 115 റൺസ് നേടിയ സഞ്ജു സാംസന്റെ കരുത്തിലാണ് ഈ നേട്ടം. 2 വിക്കറ്റ് നഷ്ടത്തിൽ 212 റൺസാണ് ചെന്നൈ നേടിയത്. മറുപടി ബാറ്റിംഗിൽ ഡൽഹി 20 ഓവറിൽ 189-ന് എല്ലാവരും പുറത്തായി. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ജയം. ബംഗളൂരു FCയെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് കീഴടക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.